നമസ്കാരം, ഞാൻ സായി പൗർണമി, തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം പ്രസ് ക്ലബ്ബിലെ വിദ്യാർത്ഥിനിയാണ്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ IFFKയുടെ വിശേഷങ്ങളും വർഷങ്ങളായുള്ള IFFKയുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ IFFK തുടങ്ങിയ കാലം മുതലേ ഇതിൻ്റെ ഭാഗമായ ഒരു അനുഭവ സമ്പന്നനാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഐക്യമലയാള പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ശ്രീ ഹരിദാസൻ സാറാണ് എൻ്റെ ഒപ്പമുള്ളത്. നമസ്കാരം സാർ. എത്ര വർഷമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് IFFK? ഞാൻ ഏറെക്കുറെ ഇതിൻ്റെ തുടക്കം മുതൽ തിരുവനന്തപുരത്ത് ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് പോലെ തന്നെ ഉണ്ട്. അതായത് തിരുവനന്തപുരത്ത് ആദ്യം ഇങ്ങനെ ടാഗോറിലായിരുന്നു, പിന്നീട് ഇടയ്ക്കൊരിക്കൽ എറണാകുളത്തുണ്ടായിരുന്നു, അവിടെയും ഞാൻ പോവുകയുണ്ടായി. പിന്നെ തുടർന്ന് ഇവിടെ തിരുവനന്തപുരം കേന്ദ്രമാക്കിക്കൊണ്ട് ധാരാളം എല്ലാ ഫെസ്റ്റിവലുകളും കണ്ടു എന്ന് തന്നെ പറയാം. ഇടയ്ക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടായ വർഷങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം കണ്ടു. പൊതുവേ ഇതിൻ്റെ ഒരു മെച്ചമെന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഒരു കൾച്ചർ, ഒരു സംസ്കാരം നമ്മുടെ മനുഷ്യരിൽ, ജനതയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ മെച്ചമായിരുന്നു. ആദ്യത്തെ ഒക്കെ ഈ സിനിമ, ഈ ചലച്ചിത്രോത്സവത്തിൻ്റെ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടെന്ന് വേണം പറയാൻ. എന്താണെന്ന് വെച്ചാൽ ഈ ബുദ്ധിജീവി നാട്യത്തിന് വേണ്ടിയുള്ള ഒരു വേദിയാക്കി ഇതിനെ മാറ്റിയിരുന്നു. അക്കാലത്ത് ഈ മദ്യത്തിനും മറ്റ് മയക്കുമരുന്നുകൾക്കൊക്കെ അടിമയായിട്ടുള്ള നമ്മുടെ കവികൾ ഉൾപ്പെടെയുള്ള വലിയ കവികളൊക്കെ ഉണ്ട്, പേര് പറയുന്നില്ല. അപ്പോൾ അവരൊക്കെ ഒന്നുകൊണ്ട് അവർക്കിങ്ങനെ അർമാദിക്കാനുള്ള ഒരു സ്പേസാക്കി ഇതിനെ മാറ്റിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഈ സംഭവം പഠിക്കുന്ന കുട്ടികളുണ്ട്. ഈ സിനിമയെ, വിഷ്വൽ മീഡിയയെ ഒക്കെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ ധാരാളം പേരിപ്പോൾ വരുന്നു എന്ന് പറയുന്നത് വളരെ വലിയ മെച്ചം തന്നെയാണ്. അതിൽ തന്നെ പെൺകുട്ടികൾ വളരെയധികം ഇതിനകത്ത് പങ്കാളികളാകുന്നു, അവരതിനെ സീരിയസ് ആയിട്ട് കാണുന്നു. അതുപോലെ തന്നെ തിയേറ്ററിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു ബഹളം വയ്ക്കാനുള്ള ഒരു വേദിയല്ല. തിയേറ്റർ ആസ്വദിക്കാനുള്ള, വളരെ സംയമനത്തോടെ കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള, അറിയാനുള്ള, പഠിക്കാനുള്ള താല്പര്യം നമ്മുടെ പ്രേക്ഷക സമൂഹം, പ്രത്യേകിച്ച് കുട്ടികൾ കാണിക്കുന്നു എന്ന് പറയുന്നത് എന്നെപ്പോലെ ഒരാൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു വലിയ സംഭവം തന്നെയാണ്. ഇത്രയും അച്ചടക്കത്തോടുകൂടി ഇതിപ്പോൾ ചെയ്യുന്നു എന്നുള്ളത് ഇത്തവണത്തത് ആ കാര്യങ്ങളിലൊക്കെ വളരെ മെച്ചമാണ്. അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ വലിയ ബഹളങ്ങളില്ലാത്ത ഒരവസ്ഥയാണ് ഞാൻ കണ്ടത്. ഞാൻ ഇതിൽ ഒരു 20ഓളം ചിത്രങ്ങളെങ്കിലും ഞാൻ കണ്ടു കാണണം. 20 ഒരു 15നും 20നും ഒക്കെ ഇടയ്ക്ക് കണ്ടു കാണണം എന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാനായിട്ട് മലയാളത്തിലെ അപ്പുറം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ജഗദീഷൊക്കെ ഉണ്ടായിരുന്നു. ജഗദീഷ് മാത്രമേ ഉള്ളൂ അതിൽ സിനിമയിൽ നിന്ന് വന്ന ഒരാളെന്ന് പറയാം. എന്നാൽ എനിക്ക് തോന്നുന്നത് വേറെ 1-2 മുഖങ്ങളും കൂടെയൊക്കെ പരിചിത മുഖങ്ങളുണ്ട്, ബാക്കി എല്ലാവരും. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അത് ഇന്ദുലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണെന്ന് തോന്നുന്നു. അവർ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അത് ചെയ്തത്. അത് വളരെ നേട്ടം തന്നെയാണ്. അതേപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു മലയാള ചിത്രം എന്ന് പറയുന്നതാണ് ഞാൻ ആ പേര് മറന്നുപോയി. കാസർഗോഡുകാരുടെ ഒരു ഗ്രൂപ്പുകാർ, ഒരു ചെറുപ്പക്കാർ ഒരു ഗ്രൂപ്പ് ചെയ്തതാണ്. അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുക. അത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. മൊബൈൽ ഷൂട്ട് ചെയ്ത് അങ്ങനെയല്ല, അതല്ല. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഒരു പാട്ട്, ഓഷയ്യ 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 പാത്ത് കറക്റ്റ് പാത്ത്. അതിന് പാട്ട് എന്നും സിനിമ കൊടുക്കാവുന്നതാണ്, പേര് കൊടുക്കാവുന്നതാണ്. ഒരു പാട്ടിൻ്റെ വഴി പാത്ത് അന്വേഷിച്ച് പോവുകയാണ്. അതൊരു നല്ല സങ്കല്പം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ആ പ്രതിഭയെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. അതായത് ഈ ഓഷയ കണ്ടായിരുന്നു? കണ്ടില്ല? ഉണ്ടല്ലേ? അത് കാണേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് മുഴുവൻ പറയുന്നില്ല. അത് കാണേണ്ടതെന്ന് വെച്ചാൽ ഒരു പാട്ടിൻ്റെ പിന്നിലെ പോയി നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൽ അവർക്ക് ചെന്നെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് യാതൊരു ഇതൊരു ഓവർ ടെല്ലിംഗ് ആണ് എന്ന് തോന്നിക്കില്ല, അധികപ്പറച്ചിലാണ് എന്ന് തോന്നിക്കാത്ത വിധത്തിൽ വളരെ സ്വാഭാവികതയോടെ അതിലെ അഭിനേതാക്കൾക്ക് നമുക്കൊന്നും വളരെ
ഭീകരമായ അഭിനേതാക്കളാണെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവരല്ല. പക്ഷേ അത്രമാത്രം ഡയറക്ഷനിൽ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എനിക്ക് മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതിലൊരു നായികയും നായകനും. നായകനെന്ന് പറയുന്നത് ഒരു എഡിറ്റർ, സിനിമ എഡിറ്ററാണ്, അയാളുടെ ജീവിതം അതാണ്. നായിക ഒരു പുരോഗമന ചിന്താഗതിക്കാരിയായ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ. അപ്പോൾ ഇവർ തമ്മിലാണ് ഈ പാട്ടിൻ്റെ ഉത്ഭവം അന്വേഷിച്ച് പോകുന്നതെന്നുള്ളതാണ്. അപ്പം അതാണ് ഒടുവിൽ അത് പല ജാതിക്കാർ, പല മതക്കാർ ഇത് അവരുടെ ദൈവത്തിൻ്റെ പാട്ടാക്കി മാറ്റുന്നുണ്ട്, അവരുടെ സ്നേഹത്തിൻ്റെ പാട്ടായി മാറുന്നുണ്ട്, പ്രണയത്തിൻ്റെ പാട്ടാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ ചരിത്രം പലതായിട്ട് മാറുകയാണ് ഈ പാട്ടിൻ്റെ പിന്നിൽ. ഒടുവിലാണ് ഇത് ദക്ഷിണാഫ്രിക്കയിൽ ചെന്ന് ഈ പാട്ട് ചെല്ലുമ്പോൾ ഈ പാട്ടിൻ്റെ ചരിത്രം ചോദിക്കുമ്പോൾ പറയുന്നത്, പാട്ടിൻ്റെ അർത്ഥം, വരികളുടെ അർത്ഥം ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരൊറ്റ വാക്കാണ് വിശപ്പ്, വിശപ്പ്, വിശപ്പ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പിന്നിൽ, സിനിമയുടെക്ക് പിന്നിലെ കാര്യങ്ങൾ അവർ പറഞ്ഞത്, അതാണ് നമ്മെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് പറയാവുന്നത്. ഞാനിപ്പോൾ അത് പറയുന്നില്ല, കാരണം അത് കാണുന്നവർ അത് കണ്ട് ആസ്വദിക്കട്ടെ. ചിലപ്പോൾ ഞാൻ ആ രഹസ്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ആ സിനിമയുടെ ഒരു വില പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നത് കൊണ്ട് ശരിക്കും അങ്ങനെ അല്ല. ആ സിനിമ ആ വിലയിൽ കാണേണ്ടതാണെന്നുള്ളതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഞാനതെൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇൻ്റർനാഷണൽ മൂവീസിൽ ഡിവോഴ്സ് എന്ന് വേണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് കൊള്ളാമായിരുന്നു. ഒരു 100 വർഷം മുമ്പുള്ളൊരു കഥയാണ്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ കണ്ട ഒരു സാധനം, കറസ്പോണ്ടൻ്റ്, അതൊരു നല്ല സാധനമായിരുന്നു. അതായത് ഈ നമ്മുടെ പത്രപ്രവർത്തന രംഗം എത്രമാത്രം ഈ പണത്തിന് വേണ്ടി അധപ്പതിക്കുന്നു. അത് ലാറ്റിൻ അമേരിക്കയിൽ അത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഈ ഫീച്ചർ റൈറ്റിംഗ് ഉണ്ടല്ലോ, ഒരു പത്രപ്രവർത്തകൻ്റെ എഴുത്തിലൂടെയാണ് അവിടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെയുള്ള ആ ഒരു കഥാതന്തുവിൽ നിന്നാണ് ഇതിനെ വികസിപ്പിച്ചെടുത്തത്. ഒടുവിൽ അയാൾ പരിഭ്രാന്തനായി മാറുന്നതാണ് ഒരു അപ്പം ഈ സത്യത്തിനെതിരെയുള്ള, സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള പത്രപ്രവർത്തനം എത്രമാത്രം അപകടകരമാണ് വ്യക്തിജീവിതത്തിലും. അയാളുടെ കുടുംബം തകരുന്നു, രാജ്യം തകരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെയും 1-2 രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഇൻ്റർനാഷണൽ ഫിലിം ഞാനിങ്ങനെ പേര് ഓർക്കാനായിട്ട് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. വളരെയധികം ശ്രദ്ധേയമായ അങ്ങനെ കുറേ ചിത്രങ്ങൾ കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഞാനിതുവരെയും കണ്ടതില്ല, എൻ്റെ കാഴ്ചയുടെ തകരാറ് കൊണ്ടാണോ സെലക്ഷൻ്റെ തകരാറ് കൊണ്ടാണോ അറിയില്ല, അത്ര വലിയ മെച്ചപ്പെട്ട ഒരു, ഞാനീ പറഞ്ഞല്ലോ ടാഗോറിൽ ആദ്യം കാണിച്ച അതിലെ ഒരു സിനിമയുടെ ചില ഷോട്ടുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ. അതിനിടയ്ക്ക് കൈരളിയിൽ വെച്ച് ഞാൻ കണ്ട മറ്റൊരു ചലച്ചിത്രോത്സവത്തിൻ്റെ ദ മദർ, അങ്ങനെയൊക്കെയുള്ള ചില സിനിമകളുണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോഗ്രാഫിയുടെ, മദറിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാറില്ല. ഓരോ ഷോട്ടും എത്രമാത്രം ആ ഒരു വൈകാരികതയെ അതിങ്ങനെ പിടിച്ചെടുത്തുന്നു. അങ്ങനെയൊക്കെയുള്ള ധാരാളം ചിത്രങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു മഹത്തായ സൃഷ്ടി ഇവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള, അത് പറയുമ്പോൾ നമുക്ക് മറ്റൊന്ന് പറയേണ്ട ശ്രദ്ധേയമായ ഒരു കാര്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഈ സാഹിത്യമായാലും കലയായാലും ഒരു പിടി ആൾക്കാരിൽ അവരെല്ലാം മാസ്റ്റേഴ്സായിരുന്നു, സംശയമില്ല, അവരെല്ലാം മാസ്റ്റേഴ്സായിരുന്നു. പക്ഷേ അവിടെ എല്ലാം നമ്മൾ സാധാരണക്കാരായ നമ്മളിങ്ങനെ ആരാധനയോടെ ഇവരെങ്ങനെ കണ്ടിരുന്നല്ലോ, ആ ഒരു കാലം മാറി എന്നുള്ളതാണ്. ആ ഒരു കാലം മാറിയിട്ട് ഈ നമ്മുടെ കലയായാലും സാഹിത്യമായാലും ഒക്കെ തന്നെ എന്തായി മാറുന്നുണ്ട്, ഈ ജനകീയമായി മാറുന്നു. വളരെ സാധാരണക്കാരനും സിനിമ എടുക്കാം എന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചു. സാങ്കേതികമായിട്ട് ഒക്കെ നമ്മുടെ കുട്ടികൾ അത്രമാത്രം വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ഗ്രാൻഡ് മാസ്റ്റേഴ്സൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഗ്രാൻഡായിട്ടുള്ള സിനിമകളും ഉണ്ടാകുന്നുണ്ടോ എന്ന് കേട്ടാൽ ഒരു പക്ഷേ അത് വിലയിരുത്താൻ ഞാൻ അർഹനാണോ എന്നറിയില്ല. എന്തായാലും പഴയ നല്ല ചിത്രങ്ങളുടെ ഒരു കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഈ ഒരു ആസ്പെക്റ്റിൽ അത് വളരെയധികം മെച്ചം ആണ്. ജനകീയമാകുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വിഷയങ്ങളിലേക്ക് ഇത് കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ കണ്ട മറ്റൊരു മലയാള ചിത്രം തന്നെ പറയുകയാണെങ്കിൽ എന്താണ് ഫെമിനിച്ചി ഫാത്തിമ. അതായത് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ
ഈ സ്ത്രീകളിൽ ധാരാളം പുരോഗമന ചിന്ത അത് നമ്മെ നയിക്കുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഒരു 100 വർഷം മുമ്പ് നമ്മുടെ നമ്പൂതിരി സമുദായത്തിൻ്റെ ഇടയിൽ VT ഭട്ടതിരിപ്പാട് EMS മറ്റുമൊക്കെ നയിച്ച ഒരു സംഭവം ഉണ്ടല്ലോ, നമ്പൂതിരിയെ മനുഷ്യരാക്കാൻ വേണ്ടിയുള്ള, അതിനുവേണ്ടി കല, നാടകം, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, കഥകൾ ഒക്കെ ധാരാളം ഉണ്ടായല്ലോ. അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു മുസ്ലിം സമുദായത്തിൽ. ഇന്നും അടഞ്ഞ സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നതിൽ നമ്മളാരും അങ്ങനെ അറക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊരു സത്യമാണ്. പക്ഷേ അത് അവർ പറഞ്ഞിളക്കുന്നതെന്ന് വെച്ചാൽ സ്ത്രീകൾക്കും മറ്റുമൊക്കെ വളരെയധികം സ്വാതന്ത്ര്യം കൊടുക്കുന്ന മതമാണ്, അങ്ങനെയൊന്നും പറയുന്നത് ശരിയൊന്നുമല്ല. അതൊക്കെ കൃത്യമായിട്ട് ഇന്ന് ആ സമുദായത്തിൽ നടക്കുന്ന സാമൂഹ്യമായ മുന്നേറ്റം, സ്ത്രീകളുടെ മുന്നേറ്റം, അതൊക്കെ തന്നെ ചിത്രീകരിക്കുന്ന ഒരു ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന വളരെ രസകരമായിട്ട് ഓരോ ഷോട്ടും ഓരോ ഫ്രെയിമും രസകരമായി കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. വലിയ മഹത്തായ സിനിമ എന്നല്ല അർത്ഥത്തിലല്ല പറയുന്നത്, മറിച്ച് അതിൻ്റെ ഒരു പ്രസക്തി, സാമൂഹികമായ അതിൻ്റെ ഒരു പ്രസക്തിയെ നമുക്ക് വിലയിരുത്തേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ, നല്ല സിനിമകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. സിനിമ മുന്നോട്ടുള്ള യാത്രയിൽ തന്നെയാണ്, പ്രത്യേകിച്ചും മലയാള സിനിമ ഉൾപ്പെടെ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 170 സിനിമകളേറ്റവും ഉണ്ട്. അതിൽ 72ഓളം സിനിമകൾ ഫീമെയിൽ ഡയറക്ടേഴ്സിൻ്റെയാണ്, സംവിധായികമാരുടേതാണ് എന്നത് ലോകത്ത് തന്നെ സിനിമ സ്ത്രീകളുടേതായി മാറുന്നു, സംസ്കാരം സ്ത്രീകളുടേതായി മാറുന്നു, നമ്മുടെ ജീവിതം സ്ത്രീകളുടേതായി മാറുന്നു എന്നൊക്കെ ഉള്ളത് ചരിത്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെയാണ് കാണിക്കുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് ഇവിടെ തന്നെ ഫീമെയിൽ ഗെയ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രത്യേക പങ്ക്തി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിലായിരുന്നു നമ്മുടെ ഇത് കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഉണ്ണി, ലക്ഷ്മി, അവരുടെ ആ ചിത്രം, നേരത്തെ പേര് പറഞ്ഞാണ്, ഞാൻ വീണ്ടും പേര് വിട്ടു, പാത്തല്ല, മറ്റേ ഇത് ആചാരങ്ങൾക്കെതിരായിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ. ഈ അനാവശ്യമായ ആചാരങ്ങൾ മനുഷ്യനെ മാനസിക വിഭ്രാന്തിയിലേക്ക് നയിക്കുന്നതായിട്ട് ഉള്ള ജഗദീഷൊക്കെ അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞില്ല, അപ്പുറം അതും ഫീമെയിൽ ഗെയ്സിലാണ് അത് ഉൾപ്പെടുത്തിയതെന്ന് തോന്നുന്നു. അത് മത്സര വിഭാഗത്തിലുള്ളതാണ്. യഥാർത്ഥത്തിൽ അതൊക്കെ അംഗീകരിക്കപ്പെടേണ്ട ചിത്രങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ സ്ത്രീ പ്രാതിനിധ്യം ഇതിനകത്ത് കൂടുതലുണ്ടായിരുന്നു എന്നുള്ളത് അത് എല്ലാ രംഗത്തും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. അതൊക്കെ നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്നൊരു വലിയ മാറ്റത്തെയാണ് അത് കാണിക്കുന്നത്. കാണാൻ ഞാൻ അങ്ങനെ അങ്ങനെ സിനിമകൾ ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നിട്ട് ഇല്ല. ഓരോ ദിവസവും കാണാൻ പറ്റുന്നത് നല്ല സിനിമകൾ നോക്കി കയറുക എന്നുള്ളൊരു രീതിയാണ് ഞാൻ ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ കാണുക എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ ഭാഷ ഇപ്പോൾ അത് നമ്മൾ പ്രത്യേകം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തെല്ലായിടത്തും ജനത പുരോഗമിക്കുന്നത് അവരുടെ ഭാഷയിലൂടെയാണ്. പക്ഷേ നമ്മുടെ ജനത പുരോഗമിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ്. ഈ പുരോഗമനം യഥാർത്ഥ പുരോഗമനമല്ല, ഒരു ഫാൾസാണത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ജനം പിറകിലായി പോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ, കേരളത്തിൽ ഇപ്പോഴും അന്ധവിശ്വാസ കൊലകളും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കൂടുതൽ പ്രാമുഖ്യം വരുന്നത്. ഇത്തരം സിനിമകൾ ഇപ്പോഴും ഉണ്ടാകേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ജനത്തിനെ മാതൃഭാഷയിലൂടെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല. ശാസ്ത്ര വിഷയങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം മലയാള ഭാഷയിലാകുമ്പോൾ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രസ്ഥാനം വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞാൻ. താങ്ക് യു. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി ഇനിയും നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരത്തേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.